നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. 10ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിളി എന്ന എൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് 10ാം ക്ലാസ് മലയാളം കേരള പാഠാവലി, അതിലെ യൂണിറ്റ് 1 ഭാഷ പൂത്തും സംസ്കാരം തളർത്തും, അതിൽ ഉൾപ്പെടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന പാഠമാണ്. ഈ പാഠഭാഗം നളചരിതം ആട്ടക്കഥ 1ാം ദിവസത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഈ ആട്ടക്കഥ എഴുതിയിട്ടുള്ളത് ഉണ്ണായി വാര്യരാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളും ഇടണം. ചെയ്യുമല്ലോ? പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ വൺ വേർഡ് മാതൃകയിലുള്ള ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകാം, അതിന്റെ ഉത്തരങ്ങളോടെ. ദമയന്തിയുടെ ഗുണഗണങ്ങൾ നളൻ കേട്ടറിഞ്ഞത് ആരിൽ നിന്നാണ്? നാരദ മഹർഷിയിൽ നിന്ന്. നളചരിതം ആട്ടക്കഥ എത്ര ദിവസമായി ആടുന്ന വിധത്തിലാണ് കവി രചന നിർവഹിച്ചിട്ടുള്ളത്? ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 4 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, 1 ദിവസമായി. അതിൽ നിന്നും ശരി ഉത്തരമാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. ഈ മാതൃകയിലായിരിക്കും എക്സാമിന് ചോദ്യങ്ങൾ വരിക. എത്ര ദിവസമായിട്ടാണ്? 4 ദിവസമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, പരിവൃഢം എന്ന പദത്തിന്റെ അർത്ഥം എഴുതുക. ഉത്തരം ശ്രേഷ്ഠം. ഉണ്ണായി വാര്യരുടെ സമകാലികനായ കവിയാര്? താഴെ ബ്രാക്കറ്റിൽ തന്നതിൽ നിന്നും എടുത്തെഴുതണം. എഴുത്തച്ഛൻ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, പൂന്താനം. ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. അറിക ഹംസമേ അരുത് പരിദേവിതം. അടിവരയിട്ട പദത്തിന് സമാന പദം എഴുതുക. അടിവരയിട്ട പദം പരിദേവിതം. അതിന്റെ അർത്ഥം വരുന്ന സമാന പദം ബ്രാക്കറ്റിൽ ഇവിടെ തന്നിട്ടുണ്ട്. വിലാപം, കോപം, വിരസം, ഖേദം. ഇതിലേതാണ്? വിലാപം. മറ്റൊരു ചോദ്യം, വിവശം നിരവലംബം മമ കുടുംബവുമിനി. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത്? അടിവരയിട്ടിരിക്കുന്ന പദം നിരവലംബം. അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ആശ്രയമില്ലാത്ത. ഇതാ ഒരു ചോദ്യം. ഭാഷാ ലാളിത്യം കൊണ്ടും നാടകീയത കൊണ്ടും മികവുറ്റ ഒരു കലാസൃഷ്ടിയാണ് നളചരിതം ആട്ടക്കഥ. ഈ പ്രസ്താവന ശരിയാണോ? സ്വാഭിപ്രായം രേഖപ്പെടുത്തുക. ഓരോ വായനയിലും നളചരിതം ഓരോ അനുഭവമാകുന്നു. നളദമയന്തിമാരുടെ കഥയിലൂടെ മനുഷ്യ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ കാവ്യാവിഷ്കാരമാണ് ഉണ്ണായി വാര്യർ നളചരിതത്തിലൂടെ പ്രകടമാക്കിയത്. കൂടാതെ നാടകീയതയും കാവ്യാത്മകതയും ഒത്തുചേർന്ന പുതിയൊരു കാവ്യമാക്കി മാറ്റി നമ്മുടെ സാഹിത്യത്തിൽ ഭാസുരമായ ഒരു മാറ്റം വരുത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഉണ്ണായി വാര്യർക്ക് അദ്ദേഹത്തിൻ്റെതായ സ്വന്തം ഭാഷ, സംഗീതം, സാഹിത്യം, വാക്യഘടന, പദവാക്യ സന്നിവേശക്രമം ഇവയെല്ലാം ഉണ്ട്. ഇവയെല്ലാം യോജിച്ച് നെയ്തെടുത്തതാണ് നളചരിതം ആട്ടക്കഥ. ഭാഷ വാര്യരുടെ സമീപം വിനീതമായി നിൽക്കുന്നു. ചുരുക്കത്തിൽ കഥകളിയുടെ ചിട്ടപ്പെടുത്തിയ ചട്ടക്കൂട്ടിൽ മെരുക്കി കയറ്റാവുന്ന ഒരു ശരാശരി ആട്ടക്കഥയല്ല നളചരിതം എന്ന് തന്നെ പറയാം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ശീർഷകം പാഠഭാഗത്തിന് ഉചിതമാണോ? ഔചിത്യം വ്യക്തമാക്കുക. നമ്മുടെ പാഠത്തിന്റെ പേര് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നാണല്ലോ. ഇത് ഈ പാഠത്തിന് ചേരുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒറ്റ വാക്കിൽ നമുക്ക് പറയാം അല്ലെ, പാഠത്തിന് വളരെ യോജിച്ച തലക്കെട്ട് തന്നെയാണ്. ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന സ്വർണവർണ്ണമുള്ള അരയന്നത്തെ നളമഹാരാജാവ് പിടികൂടുന്നു. സ്വതന്ത്രമായി ആകാശത്ത് പറന്നു നടക്കുന്ന ഹംസത്തെ ബന്ധനത്തിലാക്കിയത് ഹംസത്തിൽ ഭയമുണ്ടാക്കുന്നു.
സ്വാതന്ത്ര്യമാണ് ജീവിതം, സ്വാതന്ത്ര്യമില്ലായ്മ മരണത്തിന് തുല്യമാണ് എന്ന കവിവചനം ഇവിടെ പ്രസക്തമാണ്. ഹംസത്തിനെ ഇണക്കി വളർത്താനാണ് രാജാവ് പിടിച്ചത്. എന്നാൽ ഹംസമാകട്ടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടപ്പെട്ടത്. ഹംസത്തിന്റെ വിലാപം കേട്ട രാജാവ് അതിനെ സ്വതന്ത്രമാക്കുന്നു. സ്വതന്ത്രമായ ചിറകോടെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് പറന്നു പോയിക്കൊള്ളാൻ രാജാവ് അനുവദിക്കുന്നു. ബന്ധിക്കപ്പെട്ട ചിറകുകൾ ബന്ധനമോചിതമായി സ്വാതന്ത്ര്യത്തിന്റെ പാതയിൽ ഹംസം സഞ്ചരിക്കുന്നതിന് ഇടവന്നതിനാൽ പ്രസ്തുത തലക്കെട്ട് ഉചിതം തന്നെയാണ്. ഇതാ ഒരു ചോദ്യം. നിരവലംബം മമ കുടുംബവുമിനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്ന നളൻ ഉറങ്ങിക്കിടക്കുന്ന സ്വർണവർണ്ണമുള്ള ഹംസത്തെ കാണുന്നു. ഇണക്കി വളർത്തണമെന്ന ആഗ്രഹത്തോടെ രാജാവ് ശബ്ദമുണ്ടാക്കാതെ അരയന് സമീപമെത്തി അതിനെ പിടികൂടുന്നു. ഭയത്തോടെ വിലപിക്കുന്ന അരയന്നത്തിന്റെ വാക്കുകളാണ് സന്ദർഭം. നല്ലൊരു മകനും ഭർത്താവുമാണ് ഹംസം. കുടുംബത്തെ അതിരറ്റ് സ്നേഹിക്കുന്നവനുമാണ്. ആപത്ത് വന്നപ്പോൾ സ്വന്തം അവസ്ഥയല്ല, കുടുംബത്തിന്റെ അവസ്ഥയോർത്താണ് ഹംസം വിലപിക്കുന്നത്. തന്റെ പിതാവ് മരിച്ചുപോയെന്നും കുടുംബത്തിന് ആശ്രയമായി മകനായി താൻ മാത്രമേ ഉള്ളൂ എന്നും അതിനാൽ തന്റെ അമ്മയുടെ അവസ്ഥ എന്തായി തീരുമെന്നും ഓർത്താണ് ഹംസം വിലപിക്കുന്നത്. അതിനു പുറമെ താൻ വധിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ പ്രസവിച്ച് ഏറെ നാൾ കഴിയാത്ത തന്റെ പ്രിയ പത്നി ജീവൻ വെടിയുമെന്നും അതിദയനീയമായി വിലപിച്ചുകൊണ്ട് ഹംസം പറയുന്നു. മറ്റു ഹംസങ്ങളിൽ നിന്നും വിഭിന്നനായി സ്വർണവർണ്ണത്തോടു കൂടിയ രൂപഗുണങ്ങളുള്ളവനാണ് ഹംസം. സൗന്ദര്യം മാത്രമല്ല, ബുദ്ധിയും വിവേകവുമുള്ള ഹംസം തന്റെ വാക് സാമർഥ്യത്തിലൂടെ പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തുടർന്ന് നളചരിതം കഥയിൽ നളദമയന്തിമാരെ പ്രണയബദ്ധരാക്കുന്നതിലും ഹംസത്തിന്റെ വാക് സാമർഥ്യം പ്രയോജനപ്പെടുന്നുണ്ട്. നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്ത് നളനിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഹംസത്തോടെയാണല്ലോ കഥ അവസാനിക്കുന്നത്. തന്നെ സ്വതന്ത്രമാക്കിയതിനാൽ ഹംസം രാജാവിന് ഒരു പ്രത്യുപകാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഹംസം പറന്നു ചെന്ന് വിദർഭയിൽ ദമയന്തിയുടെ സമീപം എത്തുകയും ദമയന്തിയുടെ അടുത്ത് നളനെ കുറിച്ചുള്ള എല്ലാവിധ ഗുണവിശേഷങ്ങളും പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ദമയന്തിയിൽ നളനോടുള്ള ഒരു ഇഷ്ടം ജനിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നള ദമയന്തിമാരെ പരസ്പരം നേരിട്ട് കാണാതെ തന്നെ പ്രണയബദ്ധരാക്കുന്നതിൽ നമ്മുടെ ഹംസം നിസ്തുല്യമായ ഒരു പങ്കാണ് വഹിക്കുന്നത്. നമ്മളിവിടെ പഠിച്ചു, നല്ല വാക് സാമർഥ്യമുള്ളവനാണ് ഹംസം എന്ന്. അതേ വാക് സാമർഥ്യത്തിലൂടെ തന്നെയാണ് ഹംസം ദമയന്തിയെ നളനോട് ഇഷ്ടമുള്ളവനാക്കി മാറ്റുന്നത്. അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ. നിങ്ങൾ സ്നേഹമേ വിഹിതം നമയാ ദ്രോഹ ഇതുപൊഴുത് അമര ഖഗവര ഗുണനിധേ. വരികളും പാഠസന്ദർഭവും വിശകലനം ചെയ്ത് നളൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. കഥാപാത്ര നിരൂപണമാണ്. നമുക്കൊന്ന് നോക്കാം അല്ലെ. വീരസേന പുത്രനായ നളൻ നിഷധ രാജ്യത്തിലെ രാജാവാണ്. ശക്തനും സുന്ദരനും സർവശാസ്ത്രങ്ങളും അറിയാവുന്നവനും നീതിമാനുമായിരുന്നു അദ്ദേഹം. നാരദ മഹർഷിയിൽ നിന്നും ദമയന്തിയെ കുറിച്ച് കേട്ടറിഞ്ഞ നളൻ ദമയന്തിയിൽ അനുരക്തനാകുന്നു. പ്രണയപരവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സ്വർണവർണ്ണത്തോടുകൂടിയ ഹംസത്തെ കാണുകയും കൗതുകത്താൽ അതിനെ പിടിക്കുകയും ചെയ്യുന്നു.
ഇണക്കി വളർത്താമെന്ന ആഗ്രഹത്താലാണ് അദ്ദേഹം ഹംസത്തിനെ പിടിച്ചത്. തന്നെ ചതിച്ചു കൊല്ലാനായിട്ടാണ് രാജാവ് പിടികൂടിയത് എന്ന് വിചാരിച്ച ഹംസത്തിന്റെ ദയനീയ വിലാപം നളന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. രാജ്യാധിപനായ മഹാരാജാവാണെങ്കിലും ഏതൊരാളുടെയും സങ്കടങ്ങൾ മനസ്സിലാക്കാനും അവരെ ആശ്വസിപ്പിക്കാനുമുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് നളൻ. ഹംസത്തിനോട് നളൻ പറയുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ഹൃദയ വിശാലതയ്ക്ക് ഉദാഹരണമാണ്. ഹംസത്തിനെ ആശ്വസിപ്പിക്കുന്ന നളൻ സ്വതന്ത്രമായി പറന്നു പൊയ്ക്കൊള്ളാൻ അനുവദിക്കുന്നത് അദ്ദേഹത്തിന്റെ സഹജീവികളോടുള്ള കരുണയും സ്നേഹവും വ്യക്തമാക്കുന്നു. നളനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം ചെയ്യാനായിട്ട് ചോദിച്ചാൽ പരീക്ഷയ്ക്ക് വളരെ ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് ഈ ചോദ്യം. അതിനാൽ ശ്രദ്ധയോടെ പഠിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. ഇതാ, ദ്രോഹം ഇത് പൊഴുത് അമര ഖഗവര ഗുണനിധേ ഖേദമരുതുതേ പറന്നിച്ഛയ്ക്കൊത്ത വഴി ഗച്ഛ നീ. ഇവിടെ ചില അക്ഷരങ്ങൾ വരികളിൽ ആവർത്തിക്കുന്നുണ്ടല്ലോ. ഇത് കാവ്യഭാഗത്തിന്റെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നില്ലേ? ഇത്തരത്തിലുള്ള വരികൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി അവയുടെ സവിശേഷതകൾ അവതരിപ്പിക്കുക. നമുക്കൊന്ന് നോക്കാം അല്ലെ. ഈ വരികളിൽ ആദ്യത്തെ നമുക്കിവിടെ തന്നിട്ടുള്ള വരികളിൽ ത, ഛ, ഖ തുടങ്ങിയ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ, ശരിയല്ലേ എന്ന്. ഇത് വരികൾക്ക് ശബ്ദഗാംഭീര്യം നൽകുന്നു. അതിനാൽ കവിതയുടെ ആലാപനത്തിൽ ചൊല്ലഴക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് മറ്റൊരു ഉദാഹരണം കവിതയിൽ നിന്നും എടുക്കാം അല്ലെ. ഇതാ, മനസ്സെ രുചി കനകം എന്റെ ചിറക് മണി കനകം ഇതുകൊണ്ടാകാ നീ ധനികൻ. ഇവിടെ ഏത് അക്ഷരമാണ് ആവർത്തിച്ചു വരുന്നത്? ക എന്ന അക്ഷരം. ക. ഇത് വരികൾക്ക് അർത്ഥഭംഗിയും ശബ്ദഭംഗിയും നൽകുന്നുണ്ട്. മറ്റൊന്ന്, ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തന്റെ ദശ ഇങ്ങനെ. ഇവിടെ ആവർത്തിച്ചു വരുന്ന അക്ഷരം ന ആണ്. ഈ അക്ഷരം ആവർത്തിച്ചു വരുന്നത് കൊണ്ട് മുകളിൽ പറഞ്ഞതുപോലെ വരികൾക്ക് അർത്ഥഭംഗിയും ശബ്ദഭംഗിയും വരുന്നുണ്ട്. അപ്പോൾ ഒരു ചൊല്ലഴകും ലഭ്യമാകുന്നുണ്ട്. ഇതാ വേറൊരു ചോദ്യം. ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ ബഹുദുരിതമുണ്ട് തവ ഭൂപതേ. ഹംസത്തിന്റെ വാക്കുകളാണ്. ഈ വാക്കുകൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന ജീവിത മൂല്യങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക. ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന ചോദ്യം. ഉദ്യാനത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഹംസത്തെ നളൻ പിടികൂടിയപ്പോൾ ഹംസം പറയുന്ന വാക്കുകളാണിത്. സൗന്ദര്യം മാത്രമല്ല, നല്ല അറിവും വാക്സാമർഥ്യവും ഉള്ളവനാണ് ഹംസം എന്നത് ഹംസത്തിന്റെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നു. യാതൊരു തെറ്റും ചെയ്യാത്ത എന്നെ ചതിച്ചു കൊന്നാൽ രാജാവായ അങ്ങേക്ക് ദുരിതങ്ങൾ വന്നു ചേരുമെന്നത് തീർച്ചയാണ്. ഉദ്യാനത്തിൽ വന്ന് ഉറങ്ങുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഒരു പിഴയും ചെയ്യാത്ത എന്നെ ബന്ധിച്ച് ശിക്ഷിക്കാൻ പോകുന്നു. ഇത്തരത്തിലുള്ള ഹംസത്തിന്റെ വാക്കുകൾ തികച്ചും ന്യായമാണ്. കുറ്റം ചെയ്യുന്നവരെയാണ് ശിക്ഷിക്കേണ്ടത്. അതവർ അർഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത്. അത് ധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ്. എത്ര ഉയർന്നവനായാലും സഹജീവികളോട് കരുണയും സ്നേഹവും പുലർത്തണം. കാരണമില്ലാതെ ആരെയും ഉപദ്രവിക്കരുത് തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ ഹംസത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നു.
ഇതാ മറ്റൊരു ചോദ്യം. അയ്യോ, ഗുണവും അനവധി ദോഷമായത് എന്ന് ഹംസം വിലപിക്കുന്നുണ്ടല്ലോ. ചില സ്ഥലത്ത് ചില ചെറിയ അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ട്, സദയം ക്ഷമിക്കുക. വിലപി, വായല്ല പായാണ് വരേണ്ടത്. വിലപിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ഗുണങ്ങളും ചിലപ്പോൾ നമുക്ക് ദോഷത്തിന് കാരണമാകുന്നു എന്ന ഈ നിരീക്ഷണത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായം സമർത്ഥിക്കുക. നമ്മുടെ ഗുണങ്ങൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ദോഷമായി മാറുന്നു എന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. നളചരിതത്തിലെ ഹംസം ഇതിനുദാഹരണമാണ്. ഹംസത്തിന്റെ സൗന്ദര്യം നളനെ മോഹിപ്പിച്ചതിനാലാണ് അതിനെ അദ്ദേഹം പിടിച്ചത്. ഇവിടെ ഹംസത്തിന് അതിന്റെ സൗന്ദര്യം ദോഷമായി മാറുന്നു. എന്റെ ഗുണങ്ങൾ എനിക്ക് ദോഷമായി ഭവിച്ചല്ലോ എന്ന് പറഞ്ഞാണ് ഹംസം വിലപിക്കുന്നത്. മനുഷ്യൻ നന്മകൾ ചെയ്യുന്നവനായിരിക്കണം. ഇക്കാലത്ത് നന്മകൾ ചെയ്യുന്നത് പലപ്പോഴും ആ വ്യക്തിക്ക് ആപത്തായി മാറുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു. റോഡിൽ വാഹനാപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ എത്തിച്ചാൽ പിന്നീട് എല്ലാ ഉത്തരവാദിത്വങ്ങളും അയാളുടെ തലയിലാകും. അതുപോലെ ഒരു ടൂർ പോകുമ്പോൾ അതിന്റെ അമരത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്ക് യാത്രയിൽ പ്രതിസന്ധികൾ വന്നാൽ മറ്റുള്ളവരുടെ പരുഷവാക്കുകൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെ അനേകം ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇതെല്ലാം താൽക്കാലികമാണെന്നും ഏത് പ്രതിസന്ധിയും ധൈര്യത്തോടെ നേരിടുമെന്ന് തീർച്ചയാക്കുകയും ചെയ്താൽ ഇത്തരം കാര്യങ്ങൾ ഗുണകരമായി മാറുന്നു. അതിനാൽ സഹജീവികളെ സഹായിക്കുന്നതും മനുഷ്യ നന്മയ്ക്കായി ഗുണദോഷ വശങ്ങൾ ചിന്തിക്കാതെ ഏതൊരു പ്രവൃത്തിയും ഏറ്റെടുക്കുന്നതും ഉചിതമായിരിക്കും. അടുത്ത ചോദ്യം. കഥകളി ലോക പ്രശസ്തമായ കേരളീയ കലാരൂപമാണ്. കഥകളിയുടെ സവിശേഷതകൾ എന്തെല്ലാം? വ്യക്തമാക്കുക. കേരളത്തിന് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്ത കലാരൂപമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാനാൽ സൃഷ്ടിക്കപ്പെട്ട രാമനാട്ടത്തിന്റെ പരിഷ്കൃത രൂപമാണ് കഥകളി എന്ന് പറയപ്പെടുന്നു. കൂത്ത്, കൂടിയാട്ടം, മോഹിനിയാട്ടം, അഷ്ടപതിയാട്ടം തുടങ്ങി കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന പല നാടൻ കലാരൂപങ്ങളിലെയും പല അംശങ്ങളും കഥകളി സ്വീകരിച്ചിട്ടുണ്ട്. കഥകളിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് ശരിയായി അറിവുള്ള ഒരാൾക്ക് മാത്രമേ കഥകളി ആസ്വദിക്കാൻ കഴിയൂ. സാധാരണക്കാർക്കിടയിൽ ഈ കലാരൂപത്തിന് പ്രചാരം കുറയാൻ കാരണം കഥകളിയെ സംബന്ധിച്ച സാങ്കേതിക പരിജ്ഞാനക്കുറവാണ്. നൃത്യം, നാട്യം, ഗീതം, വാദ്യം എന്നിങ്ങനെ 5 ഘടകങ്ങളുടെ സമ്മേളനമാണ് കഥകളി. പാട്ടുകാർ പാടുന്ന പാട്ടിന്റെ അർത്ഥത്തെ നടൻ കൈമുദ്രകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും അഭിനയിച്ച് കാണിക്കുന്നു. വാചികാഭിനയം കഥകളിയിലില്ല. സാത്വികം, രാജസം, തമസ് എന്നീ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ കഥാപാത്രങ്ങൾക്ക് പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെ 5 തരം വേഷങ്ങൾ നൽകിയിരിക്കുന്നു. പച്ച കഴിഞ്ഞിട്ട് ഒരു കോമയുണ്ട് കേട്ടോ, പച്ചക്കത്തി എന്ന് വായിക്കരുത്. പച്ച, കത്തി, കരി, താടി അങ്ങനെ. കഥകളി സംഗീതം ഭാവപ്രധാനമാണ്. സോപാന സംഗീതത്തിന്റെ രീതിയിലാണ് കഥകളിയിലെ ആലാപനം. ചെണ്ട, ചേങ്ങില, ശുദ്ധമത്തളം, ഇലത്താളം എന്നിവയാണ് പ്രധാന കഥകളി വാദ്യങ്ങൾ. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, പുറപ്പാട്, മേളപദം, കഥാരംഭം, തിരനോട്ടം ഇവയാണ് കഥകളിയുടെ ചടങ്ങുകൾ. സാങ്കേതിക അംശങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കലാരൂപമാണല്ലോ കഥകളി. ഇന്ന് ലോക പ്രശസ്തി ആർജിച്ച കലാരൂപങ്ങളുടെ മുൻനിരയിലാണ് നമ്മുടെ കഥകളിയുടെ സ്ഥാനം.
അടുത്ത ചോദ്യം ഇതാണ്. ആട്ടക്കഥാഭാഗം ഗദ്യരൂപത്തിലുള്ള സംഭാഷണമാക്കി മാറ്റി എഴുതുക. ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആ രീതിയിലാണ് ഞാൻ ഇവിടെ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ 2 രംഗങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. രംഗം 1. നളന്റെ കൊട്ടാര ഉദ്യാനം. നിറയെ പല വർണ്ണങ്ങളിലുള്ള പൂച്ചെടികൾ. പക്ഷികൾ ശബ്ദമുണ്ടാക്കി പറന്നു നടക്കുന്നു. പൂക്കളിലെ തേൻ നുകരാനെത്തിയ ശലഭങ്ങളും വണ്ടുകളും. അത്യന്തം വിവശഭാവത്തിൽ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുന്നു. ദൂരെയായി സ്വർണവർണ്ണ ഹംസം ശയിക്കുന്നത് നളൻ കാണുന്നു. നളൻ. ആത്മകഥം. ആത്മകഥം എന്നാൽ ചിന്തിക്കുന്നതാണ്, മനസ്സിൽ പറയുന്നത്. എത്ര സുന്ദരനാണ് ഈ ഹംസം. ശബ്ദമുണ്ടാക്കാതെ ചെന്ന് അതിനെ ഇണക്കി വളർത്താനായി പിടിക്കാം. നളൻ ഹംസത്തെ പിടിക്കുന്നു. ഹംസമാകട്ടെ ദയനീയമായി വിലപിക്കുന്നു. ഹംസം. ഹംസത്തിന്റെ ആത്മകഥമാണ്, മനസ്സിൽ ചിന്തിക്കുന്നതാണ്. ഞാനിനി എന്തു ചെയ്യും? ഈ രാജാവ് എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു. ദൈവമേ, എന്റെ കുടുംബം ആശ്രയമറ്റു പോകുമല്ലോ. ആശ്രയം എന്നാണ് കേട്ടോ, ആശയമല്ല, ആശ്രയമറ്റ് പോകുമല്ലോ. ക്ഷമിക്കുക, ചെറിയ ചെറിയ അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ട്. ഹംസം. അല്ലയോ രാജാവേ, എന്റെ പിതാവ് നേരത്തെ മരിച്ചു പോയതാണ്. ഞാനൊരു മകൻ മാത്രമേ ഉള്ളൂ. അങ്ങ് എന്നെ കൊന്നാൽ എന്റെ അമ്മയുടെ അവസ്ഥ പരമ കഷ്ടമാകും. അത് മാത്രമല്ല, എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. ഞാൻ മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അവൾ ജീവൻ കളയും. അങ്ങനെ എന്റെ കുലം തന്നെ ഇല്ലാതാകും. ഹംസം ഇത്രയും പറഞ്ഞിട്ട് രാജാവിനെ നോക്കുന്നു. ഹംസം തുടർന്നു പറയുന്നു. അല്ലയോ രാജാവേ, ഒരു ചെറിയ പിഴ പോലും ചെയ്യാത്ത എന്നെ വധിച്ചാൽ അങ്ങേക്ക് പലവിധ ദുരിതങ്ങൾ വന്നു ഭവിക്കും. എന്റെ രൂപഭംഗി കണ്ടിട്ടാണ് എന്നെ പിടിക്കാൻ അങ്ങേക്ക് മോഹമുണ്ടായത്. എന്റെ സ്വർണ ചിറകിനാൽ അങ്ങേക്ക് ധനികനാകാൻ കഴിയില്ല. ഹംസം അയ്യോ എന്ന് പറഞ്ഞ് വിലപിക്കുന്നു. എന്റെ ഗുണങ്ങൾ എനിക്ക് തന്നെ ദോഷമായി ഭവിച്ചല്ലോ ദൈവമേ. അടുത്തത് രംഗം 2. ഹംസത്തിന്റെ വിലാപം കേട്ട് നളൻ ദുഃഖിതനാകുന്നു. തുടർന്ന് ഹംസത്തിനെ ആശ്വസിപ്പിക്കുന്നു. നളൻ. അല്ലയോ ഹംസമേ, കരയരുത്. എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. നിന്റെ സൗന്ദര്യം കണ്ട് മോഹം ഉദിച്ചതിനാലാണ് നിന്നെ പിടിച്ചത്. നിന്നോട് എനിക്ക് സ്നേഹം മാത്രമാണുള്ളത്. പക്ഷികളിൽ ശ്രേഷ്ഠനും ഗുണവാനുമായ നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. നിന്റെ ഇഷ്ടമനുസരിച്ച് പറന്നു പോയിക്കൊള്ളൂ. ഭയം വെടിഞ്ഞ ഹംസം രാജാവിനെ ആശ്വാസത്തോടെയും സന്തോഷത്തോടെയും നോക്കുന്നു. ഇത്രയുമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ ചോദ്യ ഉത്തരങ്ങളും ഞാൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യോത്തരങ്ങൾ പഠന പ്രവർത്തനങ്ങൾ നൽകുന്നതിന് മുൻപായിട്ട് ഞാൻ പാഠ ആശയം വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആദ്യം ആ ക്ലാസ്സിൽ ഒന്ന് കയറുക, അതിനുശേഷം പഠന പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.